യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. കന്യകാ മാതാവിൻ്റെ പേരിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായം 11-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. വിശുദ്ധ ലിഖിതത്തിലെ വലിയൊരു പ്രബോധനമാണിത്. നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. ഒരു കാര്യം പോലും ആരും വെറുതെ ചെയ്യണ്ട. കൂലിയില്ലാത്ത, പ്രതിഫലമില്ലാത്ത ഒരു പ്രവൃത്തിയും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഇല്ല. വിശുദ്ധ ലിഖിതത്തിനെ കുറിച്ച് ധാരാളം വെളിപാടുകൾ നമുക്ക് ബൈബിളിലുണ്ട്. ആദ്യം തന്നെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്ന രംഗമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏലിയ പ്രവാചകൻ, കഠിനമായ ക്ഷാമകാലം, ഏലിയായ്ക്കുള്ള ഭക്ഷണം മുഴുവൻ നൽകാൻ കർത്താവ് കരുതിയിട്ടുണ്ട്. അങ്ങനെ ഏലിയായോട് പറഞ്ഞു, നീ മരുഭൂമിയിൽ സീദോനിൽ സറേഫാത്തിൽ പോയി വസിക്കുക, അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ ഒരു വിധവയുണ്ട്, ആ വിധവയോട് പറഞ്ഞിട്ടുണ്ട് ഏലിയായ്ക്ക് ഭക്ഷണം കൊടുക്കാൻ. അങ്ങനെ കർത്താവിന്റെ വാക്ക് പ്രകാരം ഏലിയ സീദോനിലേക്ക് പോയി സറേഫാത്തിൽ പോയി പാർക്കാൻ തുടങ്ങി. സറേഫാത്തിൽ ചെന്നപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. ഉടനെ കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞ ഏലിയ അടുത്ത് ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിധവ ഏലിയ പ്രവാചകനോട് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. നിന്റെ ദൈവമായ കർത്താവാണേ, എന്റെ കയ്യിൽ ഒന്നുമില്ല, ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. അപ്പോൾ ഏലിയ വിധവയോട് പറഞ്ഞു, നീ എനിക്ക് അല്പം കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരണം. വെള്ളം കൊണ്ടുവരുമ്പോ കൂടത്തിൽ കുറച്ച് അപ്പവും കൊണ്ടുവന്ന് തരണം. ദൈവം പറഞ്ഞേൽപ്പിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഈ വിധവയുടെ കയ്യിൽ തനിക്കുള്ള ഭക്ഷണം എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് കരുതി കർത്താവിന്റെ പ്രേരണ ഉള്ള ഏലിയ ഈ വിധവയോട് പറഞ്ഞു, എനിക്ക് വെള്ളം കൊണ്ടുവരണം, എനിക്ക് അപ്പം കൊണ്ടുവന്ന് തരണം. എന്നാൽ ഈ വിധവ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, ദൈവമായ കർത്താവാണേ, എന്റെ ഭരണിയിൽ കലത്തിൽ ഒരു പിടി മാവും അല്പ എണ്ണയും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോഴും ഏലിയ അവളെ കൈവടിയുന്നില്ല. ഏലിയ പറഞ്ഞു, നീ പോയി ഉള്ളതും കൊണ്ട് അപ്പം ഉണ്ടാക്ക്, അതിനുശേഷം ഒരപ്പം എനിക്ക് കൊണ്ടെത്താ, വെള്ളവും എനിക്ക് കൊണ്ടെത്താ. അങ്ങനെ ആ വിധവ ആ ദൈവപുരുഷൻ അനുസരിച്ച് പോയി ആകെ ഉണ്ടായിരുന്ന ഒരു പിടി മാവെടുത്ത് അപ്പം ഉണ്ടാക്കി. ഉണ്ടായിരുന്ന വെള്ളവും എടുത്ത് ഏലിയായിക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ഏലിയ അപ്പവും വെള്ളവും കുടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് എങ്ങനെയാണ്? ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ ആ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ആ കുടത്തിലെ എണ്ണ വറ്റിയും പോയില്ല. ആ ക്ഷാമകാലം മുഴുവനും സമൃദ്ധമായി ഭക്ഷണം കഴിക്കാനുള്ള മാവ്, സമൃദ്ധമായി ഭക്ഷണം കഴിക്കാനുള്ള വക ആ വിധവയുടെ കുടുംബത്തിലേക്ക് കർത്താവ് ചെയ്തു. നോക്കുക, ഏലിയായിക്ക് ഒരു ചെറിയ അപ്പം കൊടുത്തപ്പം, ഏലിയായിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോ ആ ക്ഷാമകാലം മുഴുവനും സമൃദ്ധമായി ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ അപ്പവും വെള്ളവും എണ്ണയും ആ വിധവയുടെ കുടുംബത്തിലേക്ക് അമർത്തി കുലുക്കി നിറച്ചളന്ന് ഇട്ടുകൊടുത്തുകൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചു. അവിടെ ഒരു അത്ഭുതം ചെയ്തു പോലും ഞാൻ പ്രതിഫലം നൽകുന്ന കർത്താവാണെന്ന് തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്താൻ പിതാവായ ദൈവം, സ്വർഗീയ പിതാവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ദൈവം പ്രതിഫലം നൽകുന്ന ദൈവമാണ്. അവിടുന്ന് സകലത്തിനും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്.
പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35:11 പറഞ്ഞു, അവിടുന്ന് പ്രതിഫലം നൽകുന്നവനാണ്, 7 ഇരട്ടിയായി പ്രതിഫലം നൽകി അവിടുന്ന് അനുഗ്രഹിക്കും. ഈ നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് ഏതൊക്കെ മേഖലകളിൽ അങ്ങനെയൊക്കെയാണ് കർത്താവ് പ്രതിഫലം നൽകുന്നത് എന്നതിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. 10-ാം അധ്യായം 30-ാമത്തെ വാക്യം, യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ. എന്താണ് ഇതിന്റെ അർത്ഥം? യേശു ക്രിസ്തുവിനെ പ്രതി ഈ ഭൂമിയിൽ എന്തെങ്കിലും ത്യജിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങളുടെ സൽപ്പേര് ത്യജിച്ചാൽ, യേശു ക്രിസ്തുവിനുള്ള സ്നേഹവും കൂറും വെളിപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയാൽ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തിയാൽ, യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തിയാൽ, യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയാൽ, യേശു ക്രിസ്തുവിനെ പ്രതി നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ വലിയ പ്രതിഫലം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം വാക്യത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെ പ്രതി നഷ്ടപ്പെടുത്തുന്ന സകല കാര്യത്തിലും വലിയ പ്രതിഫലം ബൈബിളിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ കുറെ സമയം മാറ്റിവെക്കും. കർത്താവിനോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്ന ഓരോ കഷ്ടതയ്ക്കും, കർത്താവിനോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കാൻ ഏറ്റെടുക്കുന്ന ഓരോ ത്യാഗത്തിനും, ഓരോ ഞെരുക്കത്തിനും, കണ്ണുനീരിനും, പ്രയാസത്തിനും, സങ്കടത്തിനും, എല്ലാ ഞെരുക്കങ്ങൾക്കും യാതനകൾക്കും പ്രതിഫലമുണ്ട്. വീണ്ടും ബൈബിൾ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 12-ാം വാക്യം. വചനം പഠിപ്പിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, സമ്മാനവും കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. കർത്താവ് വരുന്നതിനെ കുറിച്ച്, തന്റെ ആഗമന ഉദ്ദേശത്തെ കുറിച്ച്, തന്റെ 2ാം വരവിനെ കുറിച്ച് കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ രണ്ടാമതും വരുന്നത് ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം. ആർക്കെല്ലാമാണ് പ്രതിഫലം ഉള്ളത്? ലൂക്ക 14:14. ദൈവത്തിന്റെ വചനം വിശുദ്ധ ലിഖിതങ്ങളിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്, നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്ത ഏതെങ്കിലും ഒരു മകനോ മകൾക്കോ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന സകല നന്മ പ്രവൃത്തികൾക്കും നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. യേശു ക്രിസ്തുവിന്റെ 2ാം വരവെങ്കിൽ ഈ ഭൂമിയിൽ തിരിച്ചു തരാൻ കഴിവില്ലാത്ത ഏതൊരു വ്യക്തിക്കും ചെയ്തു കൊടുത്ത നന്മ പ്രവൃത്തികൾക്കായി അവിടുന്ന് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വചനത്തിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ് ലൂക്ക 14:14. സദ്യയോ അത്താഴമോ ഭക്ഷണമോ എന്തെങ്കിലും നീ കൊടുക്കുമ്പോൾ ദരിദ്രർ, വികലാംഗർ, തിരിച്ചു തരാൻ കഴിവില്ലാത്ത ജനവിഭാഗങ്ങളെ വിളിക്കണം. അവർക്ക് നീ കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും പ്രതിഫലമുണ്ട്. അവർക്ക് കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും പ്രതിഫലമുണ്ട്. തിരിച്ചു തരാൻ കഴിവുള്ളവർക്ക് കൊടുക്കുന്നതിന് പ്രതിഫലം ഇല്ല എന്നും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യം. തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരന്മാരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കണം. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു 2 കാര്യങ്ങളെ എടുത്തു കാണിക്കുകയാണ്. 1, പകരം തരാൻ കഴിവുള്ള ആളുകളെ വിളിക്കുന്നത്. 2, പകരം തരാൻ കഴിവില്ലാത്ത ആളുകളെ വിളിക്കുന്നത്.
പകരം തിരിച്ചു തരാൻ കഴിവില്ലാത്ത ആളുകളെ വിളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ പ്രതിഫലമുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല. അപ്പോൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ഉണ്ടെന്നും, എന്നാൽ ദൈവമായ ഈ ഭൂമിയിലുള്ള മനുഷ്യരിൽ നിന്ന് പ്രതിഫലം സ്വീകരിക്കാൻ ആഗ്രഹിച്ച് എ ഗുഡ് ഡീഡ് വിത്ത് എ ബാഡ് ഇന്റൻഷൻ, ദുഷ്ടലാക്കോടെ ഈ ഭൂമിയിൽ പേരുണ്ടാകണം, ഈ ഭൂമിയിൽ കയ്യടി കിട്ടണം, ഈ ഭൂമിയിൽ എല്ലാവരുടെയും പ്രീതി സമ്പാദിക്കണം, ഇങ്ങനെ തെറ്റായ ലക്ഷ്യത്തോടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ച് കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, കയ്യടി നൽകുന്നില്ല. എന്നാൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ വലതു കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടതു കൈ അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കർത്താവ് നമ്മളെ ചുമതലപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള സകല സൽക്കർമ്മങ്ങൾക്കും പ്രതിഫലമുണ്ട്. ദൈവത്തിന്റെ വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുകയാണ്, വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കട്ടെ, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. രഹസ്യത്തിൽ ചെയ്യുന്ന സകല സൽക്കർമ്മങ്ങൾക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ പേരും പെരുമയ്ക്കും വേണ്ടി ആഗ്രഹിക്കാതെ രഹസ്യത്തിൽ ചെയ്യുന്ന സകല സൽക്കർമ്മങ്ങൾക്കും പിതാവിങ്കൽ പ്രതിഫലമുണ്ട് എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രബോധന കാലഘട്ടത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ, ഒരു പുണ്യം ചെയ്യുമ്പോൾ അത് എല്ലാ ആളുകളും അറിയണം, എല്ലാവരും അത് അംഗീകരിക്കണം, എല്ലാ പത്രമാധ്യമങ്ങളും വരണം, എല്ലാവരും അത് കാണണം, ഈ ഭൂമിയിൽ എല്ലാവരിൽ നിന്നും പ്രശംസ പിടിച്ചു പറ്റണം. ആ ഒരു ആഗ്രഹമാണ് ഒരു സൽക്കർമ്മത്തിന്റെ പുറകിലുള്ളതെങ്കിൽ അതിന് സ്വർഗത്തിൽ പ്രതിഫലം ഇല്ല. കർത്താവ് പറഞ്ഞു, നീ ചെയ്യുന്ന സൽക്കർമ്മം നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയാതിരിക്കാൻ തക്കവണ്ണം പരിപൂർണ രഹസ്യത്തിൽ ചെയ്യുമ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തന്ന് നിന്നെ അനുഗ്രഹിക്കും. നീ ധർമ്മദാനം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. നീ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. നീ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും രഹസ്യത്തിൽ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തു പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊരു മേഖലയാണ് പ്രാർത്ഥന. ആളുകളെ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ, സമുദായത്തിന്റെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൗകിക ലക്ഷ്യത്തോടെ ഉള്ള പ്രാർത്ഥനയെ കർത്താവ് നിരോധിക്കുകയാണ്. എന്നാൽ വിശുദ്ധമായ ലക്ഷ്യത്തോടെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ്, രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് നിനക്ക് പ്രതിഫലം തരുമെന്ന് വിശുദ്ധ ലിഖിതത്തിൽ വെളിപാടുണ്ട്. വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നതിന് പോലും പ്രതിഫലമുണ്ട്. പ്രാർത്ഥിക്കുന്നതിനും കർത്താവ് പ്രതിഫലം നൽകും. പ്രാർത്ഥിക്കുന്നതിനെ കർത്താവ് വലിയ വിലയുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് കാണുന്നത്. പ്രാർത്ഥനയ്ക്കും കർത്താവ് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതത്തിൽ സകല കാര്യങ്ങൾക്കും കർത്താവ് പ്രതിഫലം വാഗ്ദാനം ചെയ്തു. ഉപവാസത്തിന് കർത്താവ് പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വചനം മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 18-ാം വാക്യം, അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കേണ്ടതിന് നീ ഉപവസിക്കുമ്പോൾ ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഉപവാസത്തിന് ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. ഉപവാസത്തിന് ശക്തിയുണ്ട്. ഉപവാസം ദൈവം അംഗീകരിച്ച ഒരു ആത്മീയ മാർഗമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നതിന് പ്രതിഫലം, ഉപവസിക്കുന്നതിന് പ്രതിഫലം, സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം. ചുരുക്കി പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആ ദൈവ പൈതലിന് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും കർത്താവ് പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. അതുകൊണ്ട് അപ്പസ്തോലൻ എഫേസൂസ് ലേഖനത്തിൽ 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഓരോരുത്തർക്കും സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഓരോരുത്തർക്കും, അവൻ സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ, നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ, നമുക്ക് ലഭിക്കുന്ന സമയം, നമുക്ക് ലഭിക്കുന്ന ഓരോ അവസ്ഥകളിലും സാധിക്കുന്നിടത്തോളം
കർത്താവെങ്കിൽ പ്രതിഫലമുള്ള പ്രവർത്തികൾ ചെയ്ത് 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 സ്വർഗത്തിൽ വലിയ നിക്ഷേപമുള്ളവരാകാൻ ദൈവസന്നിധിയിൽ നമുക്ക് വിളിയുണ്ട് എന്ന കാര്യം ഈ നിമിഷങ്ങളിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെങ്കിൽ പ്രതിഫലമുള്ള ഒരു ജീവിതം വേണം. കർത്താവെങ്കിൽ പ്രതിഫലമുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് എളിമപ്പെടാം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ അനേകം പൂർവികരെ ഓർക്കുകയാണ്. പരിശുദ്ധ കന്യകാമാതാവിനെ ഓർമ്മിക്കുകയാണ്. അനേകം വിശുദ്ധരെ ഓർമ്മിക്കുകയാണ്. രക്തസാക്ഷികൾ ഓർമ്മിക്കുന്നു. അപ്പസ്തോല നിരകൾ ഓർമ്മിക്കുന്നു. അവർ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകാൻ തക്കവിധം തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഓരോ പ്രവൃത്തികളിലും പിതാവിങ്കൽ വിലയുള്ളവരാകാൻ വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരാകാൻ വേണ്ടി ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും ക്രമീകരിച്ചു. ഓ ദൈവമേ, ഞങ്ങൾക്ക് തിരിച്ചറിവ് തരണമേ. മായയായ പ്രവൃത്തികളിൽ നിന്ന്, വ്യർത്ഥമായ പ്രവൃത്തികളിൽ നിന്ന്, വ്യർത്ഥമായ സംഭാഷണത്തിൽ നിന്ന്, വ്യർത്ഥമായ രീതികളിൽ നിന്ന് മാറി വിലയുള്ളതും സ്വർഗത്തിൽ നിക്ഷേപമായി മാറുന്നതുമായ പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. സ്വർഗത്തിലെ പ്രതിഫലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ദൈവമേ ഈ രാത്രി ഞങ്ങൾക്ക് പകർന്നു തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകാൻ തക്കവിധം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചു, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായി പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. അവിടുന്ന് പ്രതിഫലവുമായി വരുമ്പോൾ എനിക്കും പ്രതിഫലം സ്വീകരിക്കാൻ തക്കവിധം ദൈവമേ ജീവിതത്തിൽ ഓരോ പ്രവൃത്തികളെയും പ്രതിഫലമുള്ള പ്രവൃത്തികളായി ക്രമീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഓരോ മകനും മകളും പ്രാർത്ഥിക്കട്ടെ. വ്യർത്ഥമായ സംഭാഷണങ്ങളിൽ നിന്ന്, വ്യർത്ഥമായ പ്രവർത്തനങ്ങളിൽ നിന്ന്, വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന്, വ്യർത്ഥമായ ഓരോ തരത്തിലുള്ള വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവമായ കർത്താവിന്റെ പ്രതിഫലമുള്ള, സ്വർഗത്തിൽ പ്രതിഫലമുള്ള ഒരു പുത്തൻ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രാത്രിയിൽ അനേക ഭവനങ്ങളിലിരുന്ന്, ഈ രാത്രിയിൽ ഓരോ മേഖലകളിലിരുന്ന് ഈ ആരാധനയോട് പങ്കുചേരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നിത്യജീവനെക്കുറിച്ചും സ്വർഗത്തിലെ പ്രതിഫലത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തിൽ പിതാവിലുള്ള നിക്ഷേപത്തെക്കുറിച്ചുമുള്ള തിരിച്ചറിവ് ഈ രാത്രി ദൈവമക്കൾക്കായി പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള അവിവേക ചിന്തകളും വിട്ടുപോകട്ടെ. എല്ലാ തരത്തിലുള്ള മൂഢചിന്തകളും വിട്ടുപോകട്ടെ. വചനപ്രകാരമുള്ള ചിന്തകളെല്ലാം ഹൃദയങ്ങളിലേക്ക് പതിയട്ടെ. ദൈവത്തിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു ജീവിതമായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ. ദൈവത്തിന്റെ പ്രതിഫലത്തെ വിലമതിക്കുന്ന ഒരു ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ. എനിക്ക് നടുവേദനയായിരുന്നു, കുനിയാൻ വയ്യാത്ത നടുവേദനയായിരുന്നു. അതിപ്പോ മാറി. എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? കുറെ കാലമായി കുനിയാൻ വയ്യാത്ത നടുവേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. ഇപ്പൊ കുനിയാൻ പറ്റുമോ? ഒന്ന് കുനിയാവോ? ഒന്ന് കുനിഞ്ഞ്.
നന്നായി കരങ്ങളായിട്ട് ജീസോയെ മഹത്വപ്പെടുത്താം. കരങ്ങളായിട്ട് ജീസോയെ മഹത്വപ്പെടുത്തുന്ന കണ്ണട ഉപയോഗിച്ചിരുന്നു. 2 മാസം മുമ്പാണ് കണ്ണട ഉപയോഗിച്ചത്. എന്നാൽ ഇന്നലെ മാനുവൽ ബ്രദറിന്റെ കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, തൈലാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു മാനുവൽ ബ്രദറിലൂടെ വെളിപ്പെടുത്തി കണ്ണട നീ എടുത്തു മാറ്റിയതാണ്. അപ്പൊ തന്നെ ഞാൻ കണ്ണട എടുത്തു മാറ്റി. ഇപ്പൊ എനിക്ക് യാതൊരു കുഴപ്പമില്ല. എത്ര ദൂരെ ഇരുന്ന് നോക്കിയാലും എനിക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വളരെ പ്രകടമായ രോഗശാന്തി നൽകി അനുഗ്രഹിച്ചു. കണ്ണിന് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. എന്റെ പേര് സജീവ് കുമാർ, തിരുവനന്തപുരം ജില്ല. 2-3 വർഷമായ നടുവേദന ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ പൂർണ്ണമായ സുഖമായി. ഇപ്പൊ കുനിയാനും നിവരാനൊക്കെ സാധിക്കുന്നുണ്ടോ? അന്നേരം വേദന അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഒന്ന് കുനിഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2-3 വർഷമുള്ള നടുവേദനയാണ് കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. കൈയടി ജീസോയെ ആരാധിക്കാം.